ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്ന് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഇങ്ങനെ വിടർന്ന് കിടക്കുന്ന കട്ടയൊന്നും കുത്താത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉപ്പുമാവിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ. ഞാൻ റെസിപ്പി അതുപോലെ തന്നെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു വീട്ടമ്മയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളുമാണ് ഈ ചാനലിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളും ഡെയിലി ചെയ്തു നോക്കുക. അപ്പോൾ ഞാൻ ഈ ഉപ്പുമാവിന് വേണ്ടി എടുത്തിട്ടുള്ളത് കുറച്ച് പച്ചമുളക്, ഒരു 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഒരു 6 ചെറിയ ചുമന്ന ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, അതുപോലെ പച്ചക്കറികളായിട്ടുള്ള നമ്മുടെ ബീൻസും ക്യാരറ്റും ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് കടുക്, അതുപോലെ തന്നെ ഉഴുന്ന് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഉഴുന്ന്, അതുപോലെ തന്നെ ഉണക്കമുളക് കട്ട് ചെയ്തെടുത്തത്, കുറച്ച് കറിവേപ്പില, പിന്നെ ഞാൻ ഇതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 കപ്പ് റവയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നല്ല വറുത്ത റവ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ ഈ റവ ഒന്നുകൂടി വറുത്തെടുക്കണം. എന്നാലാണ് ഇതിൻ്റെ അകത്ത് ഇൻഹെറൻ്റ് ആയിട്ടുള്ള എസെൻഷ്യൽ ഓയിലൊക്കെ പുറത്തേക്ക് വന്ന് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാനിലേക്ക് ഈ 2 കപ്പ് റവ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോൾ റവ എടുക്കുമ്പോഴും അതൊന്ന് അളന്നിട്ട് എടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ നേരത്ത് വെള്ളം ചേർക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് പതിയെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിം ആക്കി തന്നെ വെച്ചിട്ട് പതിയെ ചെയ്തെടുത്താൽ മതി കേട്ടോ. എപ്പോഴും നമ്മളൊരു വലിയ പാൻ എടുക്കുന്നതാണ് നല്ലത് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ. നമ്മളെപ്പോഴും ഇതുപോലെ വറുത്തെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പഴയ ഏതെങ്കിലും പാൻ എടുത്തിട്ട് ഇങ്ങനെ വറുത്തെടുത്താൽ മതി കേട്ടോ. പതിയെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ 2 മിനിറ്റിനുള്ളിൽ തന്നെ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. റവയുടെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ആ ഒരു സ്മെല്ല് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ അങ്ങ് മാറ്റി വയ്ക്കരുത് ആ പാനിൽ. അതിൻ്റെ അടിയിൽ ആ ചൂട് കൊണ്ടിട്ട് അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടിട്ട് തന്നെ ഒരു 2 മിനിറ്റ് കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് അപ്പം തന്നെ മാറ്റി വയ്ക്കുക. ഇപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ പാനിൽ തന്നെയാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുത്തു. ഉഴുന്നിട്ടാൽ നല്ലൊരു ക്രിസ്പ്നെസ് ആണ്. നമ്മൾ കടിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഫീലിംഗ് കിട്ടും. അതുപോലെ നല്ലൊരു സ്മെല്ലും കിട്ടും. അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഉണക്കമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓരോന്നായിട്ട് ചേർത്ത് ചെയ്യരുത്. ഇളക്കി ഉള്ളി, പച്ചമുളക്, ഇഞ്ചി നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു സ്മെല്ല് വരും. നമ്മുടെ വെളിച്ചെണ്ണയിലൊക്കെ കിടന്നിട്ട് ഇഞ്ചി അങ്ങ് മൂത്ത് വരുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു സ്മെല്ല് വന്ന് കഴിയുമ്പോൾ ബാക്കി പച്ചക്കറികൾ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ബീൻസിനാണെങ്കിലും ക്യാരറ്റിനാണെങ്കിലും അധികം വേവൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് ഈ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതുപോലെ. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊക്കെ ഇപ്പോൾ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ അളന്ന് തന്നെ ചേർത്ത് കൊടുക്കുക. ഏകദേശ കണക്കിലൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം അതിനാണ് മെഷർ ചെയ്ത് വയ്ക്കണം എന്ന് പറയുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്തത് 2 കപ്പ് റവയാണ്. അപ്പോൾ അതേ കപ്പിൽ തന്നെ നമ്മൾ വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്, നോർമൽ വാട്ടർ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് 2 കപ്പ് ഇപ്പോൾ ഒഴിച്ചു. അതുകൂടാതെ കുറച്ചുകൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിതിലേക്ക് പച്ചക്കറികളെല്ലാം ചേർത്തിട്ടുണ്ട്, അതുപോലെ തേങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് വരില്ല. അതുകൊണ്ടിട്ടാണ് ഒരു അല്പം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതൊന്ന് തിളച്ചു വരണം. പെട്ടെന്ന് തന്നെ തിളച്ചു വരും. നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളമല്ല ഒഴിച്ചിട്ടുള്ളത്. ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഈ 1 സ്പൂൺ പഞ്ചസാര കൊണ്ടിട്ട് ഭയങ്കര മധുരം ഒന്നും ഫീൽ ചെയ്യില്ല. തേങ്ങയ്ക്കൊരു മധുരം ഉണ്ടല്ലോ, ആ ഒരു മധുരം അധികം പോരാന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രോസൺ ആയിട്ടുള്ള തേങ്ങയാണ് വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എക്സ്ട്രാ ചേർത്ത് കൊടുക്കും. അതുകൂടാതെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മാത്രമല്ല കേട്ടോ തേങ്ങ ചേർത്ത് കൊടുക്കുക, നമ്മളിപ്പോൾ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 വാളം തേങ്ങ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പുമാവ് ഉണ്ടാക്കിയതിന് ശേഷം തേങ്ങ ചേർത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇതുപോലെ പതിയെ നമ്മുടെ റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഇളക്കി കൊടുത്തേക്കുക, കൈ വിടാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇതുപോലെ റെഡി ആയിട്ട് കിട്ടും. കറക്റ്റ് വെള്ളമായിരിക്കും, ഒട്ടും കട്ട കുത്തൊന്നുമില്ല, ഇങ്ങനെ വിടർന്ന് കിടക്കും. അപ്പോൾ അതിലേക്ക് ഞാൻ 1 വാളം തേങ്ങ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ്. നിങ്ങൾ എന്തായാലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഉഴുന്നൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ ഉപ്പുമാവിൻ്റെ ഒരു ടെക്സ്ചർ മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ അനുസരിച്ച് വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട്, അവരുടെ ഇഷ്ടം അനുസരിച്ച് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അവർക്ക് കുറച്ച് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഉപ്പുമാവ് ഇഷ്ടമെങ്കിൽ ആ രീതിയിലേക്ക് കുറച്ച് വെള്ളം കൂടി എക്സ്ട്രാ ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. അല്ല ഇങ്ങനെ വിടർന്നിരിക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഒരു കാസറോളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ചൂടോടെ കറിയുടെ കൂടെയോ, അല്ലെങ്കിൽ കറി എന്ന് പറയുമ്പോൾ മീൻ കറി, അല്ലെങ്കിൽ മുട്ട റോസ്റ്റ്, മുട്ട പൊരിച്ചത്, അതിൻ്റെയൊക്കെ കൂടെയോ, അല്ലെങ്കിൽ നമുക്ക് പഴം, പപ്പടം, പഞ്ചസാര അങ്ങനെയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.